കൂടുതൽ വാർത്തകളിലേക്ക്. ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് സർക്കാർ. ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം നടക്കുന്ന 33 സെമിനാറുകളുടെ ഭാഗമാണ്. അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം. വിഷൻ 2031 എന്നതാണ് മുദ്രാവാക്യമെന്നും വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ തന്നെ ന്യൂനപക്ഷ സംഗമം കൂടി സർക്കാർ സംഘടിപ്പിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ കൂടെ ചേർത്ത് നിർത്താനുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നതായിരുന്നു വ്യാപകമായി ഉയർന്നുവന്ന വിശദീകരണം. അതിലിപ്പോൾ സർക്കാർ വിശദീകരണം നൽകുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്ത് വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്? ദിവ്യ, സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെതിരെ വലിയ വിമർശനവുമായിട്ട് പ്രതിപക്ഷവും BJPയും ഒക്കെ രംഗത്ത് വന്നതാണ്. അതിനിടയിലാണ് ന്യൂനപക്ഷ സംഗമം കൂടി സർക്കാർ സംഘടിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നില്ല, ഒരു സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. അത് ന്യൂനപക്ഷ വകുപ്പ് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും 33 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ന്യൂനപക്ഷ സംഗമം എന്ന രീതിയിൽ പുറത്തു വന്ന വിവരങ്ങൾ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2031 2031 എന്ന് പറയുന്നൊരു വിഷൻ കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വകുപ്പുകളും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷ വകുപ്പ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം മന്ത്രിമാരുടെ സൗകര്യപ്രദം കൊച്ചിയിലായിരിക്കും. അതായത് ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ അത് കൊച്ചിയിലായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 100 മുതൽ 1000 വരെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാർ ആയിരിക്കണം സംഘടിപ്പിക്കേണ്ടത്. അങ്ങനെ വിവിധ വകുപ്പുകൾ, വി അബ്ദുറഹിമാന് കീഴിലുള്ള ന്യൂനപക്ഷ വകുപ്പ്, അതുപോലെ തന്നെ കായിക വകുപ്പ്, ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെമിനാർ അത് കൊച്ചിയിൽ വെച്ച് ഒക്ടോബർ 1-നും 30-നും ഇടയിലുള്ള ഒരു ദിവസം നടത്തും. അതുപോലെ തന്നെ കായിക വകുപ്പിൻ്റെ സെമിനാർ മലപ്പുറത്ത് വെച്ചായിരിക്കും നടത്തുക. ഭക്ഷ്യവകുപ്പിൻ്റെ സെമിനാർ തിരുവനന്തപുരത്ത് വെച്ചും മറ്റ് വിവിധ വകുപ്പുകളുടെ ഓരോ ജില്ലകളിൽ വെച്ചും മന്ത്രിമാരുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് അത് നടത്തുകയും ചെയ്യും. അതിനകത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വകുപ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുപോലെ തന്നെ വകുപ്പിൻ്റെ നേട്ടങ്ങൾ ഇത് അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കണം. അതിനുശേഷം 2031 ശേഷമുള്ള കാഴ്ചപ്പാട് വകുപ്പിൻ്റെ എങ്ങനെയായിരിക്കണം, സംസ്ഥാന സർക്കാർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, ഇതടക്കമുള്ള ഒരു റിപ്പോർട്ട് വകുപ്പ് മന്ത്രി അവതരിപ്പിക്കണം. സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്? ദിവ്യ, ന്യൂനപക്ഷം സംഗമമല്ല. ഇതിനകത്ത് സർക്കാർ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം സർക്കാർ തീർത്ത് പറയുന്നുണ്ട്. അതൊരു സെമിനാറാണ്. ആ സെമിനാർ സംഘടിപ്പിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സർക്കാരിൻ്റെ വികസന പ്രവൃത്തികൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക. 2031 കേരളം രൂപീകരിച്ചിട്ട് 75 വർഷങ്ങൾ തികയുന്നത്. അപ്പോൾ 2031 കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇക്കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. അതിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുക. അങ്ങനെയെങ്കിൽ ആരൊക്കെയായിരിക്കും ആ സെമിനാറിൽ പങ്കെടുക്കുക, ഷിജോ? ദിവ്യ, ഇതിനകത്ത് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അതായത് ഈ ഒരു പാനൽ ഡിസ്കഷൻ അടക്കമുണ്ട്. ഈ പാനൽ ഡിസ്കഷനിൽ സംസാരിക്കാൻ പ്രാപ്തരായിട്ടുള്ള, അല്ലെങ്കിൽ ആശയങ്ങൾ നൽകാൻ കഴിവുള്ള, സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സെമിനാറായിരിക്കും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുക. അത് ന്യൂനപക്ഷ സംഗമമല്ല എന്നുള്ള വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അപ്പോൾ അതിനകത്ത് 100 മുതൽ 1000 വരെയുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പോൾ അത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേകം തെരഞ്ഞെടുത്ത സ്ഥലത്ത് ഈ സെമിനാർ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. കഴിഞ്ഞ 29-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ആ തീരുമാനപ്രകാരം ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള തീയതികളിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക. എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം വരുന്ന രീതിയിൽ എല്ലാ വകുപ്പുകളും, ഇപ്പോൾ വി അബ്ദുറഹിമാൻ കൈകാര്യം ചെയ്യുന്ന കായിക വകുപ്പുണ്ട്, ന്യൂനപക്ഷ വകുപ്പുണ്ട്, അങ്ങനെ മറ്റു മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വിവിധ വകുപ്പുകൾ, അപ്പോൾ അതാത് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതാത് മന്ത്രിമാരുടെ സൗകര്യപ്രദം ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനെ ഇപ്പോൾ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അതിനെ ഒരു ന്യൂനപക്ഷ സംഗമമായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രീതിയിലേക്ക് കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ് കായിക മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും ഒരു വിവാദത്തിലാകേണ്ട എന്ന് കരുതി സംഗമമല്ല സെമിനാറാണ് എന്ന വിശദീകരണത്തിലേക്ക് കടന്നതാണോ സർക്കാർ?
നമുക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വിശദീകരണം ഔദ്യോഗികമായിട്ട് അവർ നൽകുന്നില്ല എങ്കിൽ പോലും ഇതൊരു നേരത്തെ മുൻകൂട്ടി എടുത്തൊരു തീരുമാനമാണ്. അതായത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. അത് ഒരു വകുപ്പിനെ കുറിച്ച് മാത്രമല്ല, വിവിധ വകുപ്പുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഉത്തരവും കൂടിയുണ്ട്. നമ്മൾ ആ ഉത്തരവടക്കം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഉത്തരവിനകത്ത് കൃത്യമായിട്ട് കുറേയധികം കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ പറയണം, 2031 ആകുമ്പോഴത്തേക്കും ഏതൊക്കെ രീതിയിൽ കേരളം മാറണം, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, അപ്പോൾ വകുപ്പിന്റെ നേട്ടങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ, പദ്ധതികൾ, ഇത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കുകയും 2031 കാഴ്ചപ്പാട് വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പാനൽ ഡിസ്കഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് ഒരു തീരുമാനം. അത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനമാണ്. ആ ഉത്തരവ് കൂടിയുണ്ട്. അപ്പോൾ ആ ഉത്തരവിന്റെ അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ജില്ലകളിലും ഏതൊക്കെ വകുപ്പുകളുണ്ടോ അതാത് വകുപ്പുകൾ ഇന്ന ദിവസം ഇന്ന തീയതി മന്ത്രിമാർക്ക് നിശ്ചയിക്കാം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇത് നടത്തണമെന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പുറമെ ഒരു ന്യൂനപക്ഷ സംഗമം കൂടി നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് വിവാദമാകുന്നതിന് മുമ്പ് സർക്കാർ ഒരു വിശദീകരണം ഇറക്കുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ ഒരു ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുന്നില്ല. മൈനോറിറ്റി വകുപ്പ്, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അങ്ങനത്തെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് എന്തൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളുമായിട്ട് ആ വകുപ്പിന് ബന്ധമുണ്ടോ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളും അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ വരും. അപ്പോൾ അതിനെ ഒരു ന്യൂനപക്ഷ സംഗമമാക്കി മാറ്റേണ്ടതില്ല എന്നുള്ള കാര്യമാണ് സർക്കാർ ഇതിന് വിശദീകരണമായിട്ട് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ള സെമിനാർ ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഒരു സർക്കാർ ഒരു വിശദീകരണമായിട്ട് ഇതിന് പറയുന്ന മറുപടി.